Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് വരെയായിരുന്നു പറഞ്ഞത്. MS എക്സലിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വായിച്ചു നോക്കിയോ? റീഡ് ചെയ്തായിരുന്നോ? Yes, ma'am. ഓക്കെ അപ്പൊ ഒന്നും കൂടി ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. ടാബുലാർ ഫോർമാറ്റില് റോസും കോളംസും ഒക്കെ ഉപയോഗിച്ച് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ തരുന്നുണ്ട്. കാൽക്കുലേഷൻസും അതുപോലെ തന്നെ എന്താ പറയാ ഡാറ്റ അനാലിസിസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, MS എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഓട്ടോസം ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് data visualization. Excel provides strong charting tools that permits users to put forward data visually through different types of charts, graphs, and pivot tables. This makes it easier to explain and communicate complex data patterns, trends, and relationship. Okay, അതായത് എക്സൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ധാരാളം ചാർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രാഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പൈവറ്റ് ടേബിൾ എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗ്രാഫുകൾ നമുക്ക് ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് പൈവറ്റ് ടേബിൾ എന്ന് പറയാം. അതായത് 3-4 തരത്തിലുള്ള ടേബിളുകൾ ഉണ്ടാകും. അതിനെ മൊത്തത്തിൽ ഓർഗനൈസ് ആൻഡ് അനലൈസ് ചെയ്യുന്ന ടേബിൾ ആണെന്ത് പൈവറ്റ് ടേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു എക്സലിലൂടെ സാധിക്കുന്നു. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചാർട്ടുകളും ഗ്രാഫുകളും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഡാറ്റ വിഷ്വലൈസേഷൻ കേട്ടോ. നെക്സ്റ്റ് വൺ ഡാറ്റ മാനേജ്മെന്റ് ആണ്. എക്സൽ lets users efficiently manage and manipulate large volumes of data. It offers features such as sorting, filtering, data validation, data consolidation, and data import and export, making users able to organize and utilize data effectively. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഇതിനകത്ത് മാനേജ് ചെയ്യുന്നുണ്ട് എക്സലില്. എക്സലില് ചില ഫീച്ചേഴ്സ് ഉണ്ട്, സോർട്ടിംഗ് ഫീച്ചർ ഉണ്ട്, അതിന് ഫിൽറ്ററിംഗ് ഉണ്ട്, അതുപോലെ ഡാറ്റ കൺസോളിഡേഷൻ ഉണ്ട്, ഡാറ്റ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഉണ്ട്. ഇത്തരത്തിലുള്ള പല ഫീച്ചേഴ്സും എക്സലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാർജ് വോളിയം ഓഫ് ഡാറ്റ എക്സലില് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റ മാനേജ്മെന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, the next one, financial analysis. Excel is extensively used in financial analysis and modeling. It offers specialized functions for financial calculation like NPV, net present value, IRR, internal rate return, and financial forecasting. It is widely used in budgeting, financial planning, and investment analysis. അതുപോലെ തന്നെ എക്സൽ ലാർജ്, അതായത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ അനാലിസിസിനാണ് അല്ലെ, സാമ്പത്തിക വിശകലനങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ചില സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ചില കാൽക്കുലേഷൻ രീതികൾ എക്സലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. NPV പോലുള്ള കാൽക്കുലേഷൻസ് പ്രത്യേകമായിട്ടുള്ള കാൽക്കുലേഷൻ മെത്തേഡ് ആണ് കേട്ടോ. NPV അഥവാ നെറ്റ് പ്രസന്റ് വാല്യൂ,
ദെൻ IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ എന്നിവ പോലുള്ള കാൽക്കുലേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സാമ്പത്തിക പ്രവചനങ്ങൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് നടത്തുന്നതാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് എക്സൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട്, Microsoft Excel is a multifaceted and widely used in spreadsheet software that facilitates data management, analysis, and visualization. Its wide features, formulas, and functions make it an invaluable tool for business, finance professionals, analysts, researchers, and individuals who work with the data. അതായത് ഈ ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് നമ്മൾ പലവിധ കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇതിലൂടെ ഡാറ്റ മാനേജ്മെന്റ് അത് ചെയ്യാനായിട്ട് സാധിക്കും. ധാരാളം അനാലിസിസ് നടത്താൻ പറ്റും. വിഷ്വലൈസേഷൻ ഫീച്ചർ ഉണ്ട്. അതുപോലെ ഇതിന്റെ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തില് ബിസിനസ്സുകാർക്കും വ്യക്തികൾക്കും അതുപോലെ തന്നെ അനലിസ്റ്റുകൾക്ക് റിസർച്ചിസ്റ്റുകൾക്ക് ഇതൊക്കെ എന്താണ് കൂടുതലായിട്ട് എക്സൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, കൂടുതൽ നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു എക്സൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് മനസ്സിൽ ഉണ്ടായിരിക്കപ്പെടും. ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ കണ്ടോ സ്പ്രെഡ്ഷീറ്റ്, അതായത് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. കാണാനായിട്ട് പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇനി താഴെ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലാണ്. അതായത് ഹോസ്പിറ്റലിൽ എന്താണ് ഈ ഒരു എക്സലിന്റെ ഉപയോഗം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. MS Excel offers strong tools for controlling and analyzing vast amounts of data, hospital records, patient information, financial data, and inventory management can all be efficiently planned and stored in Excel spreadsheets. The software functionalities like sorting, filtering, and data validation makes us able to effectively find and analyze data, providing valuable insights for decision making and resource allocation. MS Excel എന്ന് പറയുന്നത് ലാർജ് എമൗണ്ടിലുള്ള ഡാറ്റ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻസ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയെല്ലാം എഫിഷ്യന്റ് ആയി പ്ലാൻ ചെയ്യാനും എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ സൂക്ഷിക്കാനും കഴിയും. അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് പറയുന്നത്. എന്താണ്? ഹോസ്പിറ്റലുകളില് വളരെ കൂടുതൽ എമൗണ്ടിലുള്ള ഒരു ഡാറ്റ, അതായത് കൂടുതലായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവുമല്ലോ, ആ ഡാറ്റാസ് കൺട്രോൾ ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യാനും ആർക്ക് സാധിക്കുന്നതാണ്? MS Excelന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഇൻഫോർമേഷൻസ്, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ്, ഫിനാൻഷ്യൽ ഡേറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഫിഷ്യന്റ് ആയി പ്ലാൻ ചെയ്യാനും എക്സൽ സ്പ്രെഡ്ഷീറ്റില് സൂക്ഷിക്കാനും കഴിയും. സോർട്ടിങ്, ഫിൽട്ടറിങ്, ഡാറ്റ വാലിഡേഷൻ പോലുള്ള കാര്യങ്ങള് എക്സൽ നൽകുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റല്, ഡാറ്റ മാനേജ്മെന്റ് അനാലിസിസ് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. Excel can be put in use to create appointment schedules, track patient appointments, and organize doctor schedules. അതുപോലെ തന്നെ എക്സൽ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്?
അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾസ് ഓർഗനൈസ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? MSXL സഹായിക്കുന്നുണ്ട്. To create appointment schedule and track patient appointments, then organize doctors schedule. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. Excel's calculation feature and formula make it a typical tool for budgeting and financial analysis in a hospital setting. By forming spreadsheets for budget planning, expense tracking, revenue projections, and cost analysis, we can better handle finances, identify areas of improvement, and make informed financial decisions. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? എക്സൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാര്യങ്ങൾ, അതായത് എക്സലിന്റെ കാൽക്കുലേഷൻ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഫോർമുലകളും എന്ത് ചെയ്യുന്നുണ്ട്? ബഡ്ജറ്റിങ്ങിനും ഫിനാൻഷ്യൽ അനാലിസിസിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനും സാമ്പത്തിക വിശകലനത്തിനുമായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ അവിടുത്തെ ചെലവുകളൊക്കെ എന്താണ് ട്രാക്ക് ചെയ്യുന്നതിനും അതുപോലെ വരവ് അതായത് റവന്യൂസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെലവാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോസ്റ്റ് എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് പണം ചെലവാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സൽ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കണമെങ്കിലും എക്സൽ കാൽക്കുലേഷനിലൂടെയാണ് അത് നടപ്പാക്കുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, then അടുത്തതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. Excel can be used to find and manage inventory, which includes medical supplies, equipment, and pharmaceuticals. By keeping correct records of stock levels, expiry dates, and reordering thresholds, we can avoid scarcity or overstocking, optimize inventory turnover, and reduce cost. അതുപോലെ തന്നെ എക്സൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ കണ്ടെത്തുന്നു. എന്താണ്? ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ ബേസിക്കലി പഠിച്ചതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്, അല്ലെ? അതായത് ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ്? അതായത് ഇൻവെന്ററിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സപ്ലൈസ് വരും, എക്യുപ്മെന്റുകൾ വരും, ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് MS Excel ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൂടെ നമുക്ക് അതായത് ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റോക്ക് ലെവൽ എത്രയാണ്, എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ്, അതുപോലെ റീ ഓർഡറിംഗ് ത്രെഷ്ഹോൾഡ്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും സപ്ലൈസിന് ദൗർബല്യം അല്ലെങ്കിൽ എന്താ പറയാ സ്കേർസിറ്റി അനുഭവപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഓവർ സ്റ്റോക്കിംഗ് ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതിന്റെ ലിസ്റ്റുകൾ തയ്യാറാക്കാനും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? MS Excel യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇത്തരം കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്, then patient scheduling and appointments, then data management and analysis. ഇത്രയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് എക്സൽ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇന്റർനെറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഒരു 5 മിനിറ്റ് എടുത്തതൊന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇനി വരുന്ന എല്ലാ ഭാഗങ്ങളും വായിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. റീഡ് ചെയ്യാം നിങ്ങൾ.
എല്ലാം വായിക്കാട്ടോ. ഇന്റർനെറ്റ്, ഇമെയില്, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയ, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ പീപ്പിൾസ് വേ ടു connect and interact globally. It has opened up a multitude of meeting places for quick and convenient communication. Okay. അതായത് ഇന്റർനെറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ്. അതായത് ധാരാളം ആളുകൾക്ക് ഗ്ലോബലി അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും ഏത് കോണിൽ ഇരുന്നു കൊണ്ടും സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ആശയവിനിമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് എന്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മള് എന്താ പറയാ കോണ്ടിനെന്റ്സ് നോക്കുന്നില്ല, അതുപോലെ തന്നെ രാജ്യങ്ങൾ നോക്കുന്നില്ല, സ്ഥലം നോക്കുന്നില്ല, സമയം നോക്കുന്നില്ല, ഇതൊന്നും നോക്കാതെ തന്നെ ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും ആളുകൾക്ക് തമ്മില് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ടൂളാണ് എന്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഇമെയിൽ ആണ്. ഇമെയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. എല്ലാവരും മെയിലൊക്കെ അയക്കാറുണ്ട്, എല്ലാവരും മെയിൽ സെൻഡ് ചെയ്യാറുണ്ട്, മെയിൽ റിസീവ് ചെയ്യാറുണ്ട് അല്ലേ. നിങ്ങൾ എല്ലാവരും ചെയ്യാറില്ലേ, മെയിൽ ചെയ്യാറില്ലേ? ആരൊക്കെയാണ് ചെയ്യുന്ന ആളുകൾ? ഡെയിലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇമെയിൽ നോക്കാം നമുക്ക്. Email is one of the most vastly used methods of internet communication. It permits users to send and receive messages, documents, and multimedia content rapidly and securely. Emails provides a flexible and asynchronous mode of communication. Asynchronous എന്നാണ് കേട്ടോ. സിൻക്രോണസ് എന്ന് പറഞ്ഞാല് കാര്യക്ഷമത, എഫിഷ്യൻസി എന്ന് പറയും നമ്മള്. Permitting individuals and business to communicate effectively across different time zones. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇമെയിൽ എന്ന് പറയുന്നത്. എന്താണ്? ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇമെയില്. ഇമെയിൽസ് വഴി നമുക്ക് ഡോക്യുമെന്റുകള്, വീഡിയോസ്, ഇമേജസ്, ഓഡിയോസ് എന്നിവ വേഗത്തിലും സുരക്ഷിതമായി അയക്കാനും സ്വീകരിക്കാനും കഴിയും. അപ്പോ എന്താണ് ഇതിന്റെ പ്രത്യേകത?
നമുക്ക് മെയിൽ വഴി എന്താണ് പല ഡോക്യുമെന്റുകള്, വീഡിയോസ്, ഇമേജസ്, ഓഡിയോസ് ഒക്കെ എന്ത് ചെയ്യാം, വളരെ ഫാസ്റ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വ്യത്യസ്ത കോണ്ടിനെന്റ്സിൽ ഇരുന്നു കൊണ്ട് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ ഇത് വ്യക്തികളെയും ബിസിനസ്സുകാരെയും അനുവദിക്കുന്നു. ഇപ്പൊ പല സ്ഥലങ്ങളിലായിക്കോട്ടെ, സമയമൊന്നും നോക്കണ്ട, പല രാജ്യങ്ങളിലോ പല കോണ്ടിനെന്റ്സിലും ഉള്ള ആളുകളായിക്കോട്ടെ, ഇമെയിൽ വഴി എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ ഇമെയില്? അടുത്ത പറയാലോ, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് like Skype, Zoom and Microsoft Teams make individuals and business able to have real-time audio and video conversation. ഇനി അതുപോലെ തന്നെ ഇന്റർനെറ്റ്, സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീം പോലുള്ള ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് വീഡിയോ കോൾ സർവീസസ് വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും ലൈവ് കോൺവെർസേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസുകളാണ് സ്കൈപ്പും സൂമും അതുപോലെ മൈക്രോസോഫ്റ്റ് ടീമും. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അവർക്ക് ലൈവ് കോൺവെർസേഷൻസ് നടത്താനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കുന്നതാണ്. ഏതൊക്കെയാണ് അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാ കേട്ടോ. സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീംസ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ആണ് സ്കൈപ്പും സൂമും മൈക്രോസോഫ്റ്റ് ടീമും. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതിലൂടെ ലൈവ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, then next one is social media. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ലേ ഈ കൂട്ടത്തിൽ പല ആളുകളും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ടോ? ആരൊക്കെയാണ് യൂസ് ചെയ്യാത്തത്? ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ഇക്കാലത്ത് ജീവിക്കാനായിട്ട് സാധിക്കില്ലെന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞു നിങ്ങൾ? ഏതൊക്കെയാണ് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പറയാമോ? ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, അങ്ങനെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. Social media platforms such as Facebook, Twitter, Instagram, and LinkedIn have changed the way people communicate and share information online. These platforms offer a vast reach of communication tool, which includes status updates, comments, such as direct messaging and video sharing. Social media makes individuals and business able to connect, collaborate, and engage with a broader audience. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആളുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ഓൺലൈനിൽ ആശയവിനിമയം നടത്തുന്നതിനും സഹായിക്കുന്നു. ഓക്കെ, ഇത് എന്താ പറയാ, വാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ നമുക്ക് പല സ്റ്റാറ്റസ് അപ്ഡേറ്റ്സുകൾ നടത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മൾ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ എന്താണ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സുകളൊക്കെ നടത്താറുണ്ട് അല്ലെ. സ്റ്റാറ്റസ് അപ്ഡേറ്റ്സുകള്, അതുപോലെ തന്നെ ഡയറക്റ്റ് മെസ്സേജിങ്, വീഡിയോ ഷെയറിങ് തുടങ്ങിയ, അതുപോലെ തന്നെ കമന്റ് രേഖപ്പെടുത്തുക, കമന്റ് നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഇടുക, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കാറുണ്ട്. അപ്പോ വളരെ വിപുലമായിട്ടുള്ള എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആളുകളൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും, കൂടുതൽ ആളുകൾ ഫോൺ വിളിയൊന്നും ഇല്ല, എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് അവരവർക്ക് പറയാനുള്ള കാര്യങ്ങള് മെസ്സേജ് അയക്കുക ചെയ്യുന്നത് അല്ലെ.
മെസ്സേജുകളിലൂടെയാണ് എന്ത് ചെയ്യുക, ആളുകളെ ഇപ്പോ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുക. കോൾ ചെയ്യലൊക്കെ വളരെ ചുരുക്കമാണ് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാത്രമല്ല പല ആളുകളെയും എത്ര ദൂരത്തിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ദൂരെ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാനായിട്ടുള്ള സംവിധാനവും ഈ ഒരു പ്ലാറ്റ്ഫോംസ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് പേഴ്സൺസിനെയും അതുപോലെ തന്നെ ബിസിനസ്സുകാരെയും ബന്ധിപ്പിക്കുന്നു എന്നാ പറയുന്നത്. എല്ലാവരെയും, അതായത് പരസ്പരം അന്യോന്യ കണക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള എല്ലാ തലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇമെയിൽ പറഞ്ഞു, വോയിസ് ആൻഡ് വീഡിയോ കോൾസ് പറഞ്ഞു, സോഷ്യൽ മീഡിയ പറഞ്ഞു. 3 ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, Dropbox and OneDrive makes users able to share and collaborate on documents, images and other files. Cloud storage services provide a convenient and secure way to store and access files from anywhere, fostering seamless communication and collaboration. Okay. ഇന്നത്തെ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും അണ്ടർലൈൻ ചെയ്തു പോവുക. ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ആൻഡ് വൺ ഡ്രൈവ്. 3 കാര്യങ്ങൾ കേട്ടോ. ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ആൻഡ് വൺ ഡ്രൈവ്. എന്താണ് പറയുന്നത് നോക്കാം. ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് തുടങ്ങിയ ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഡോക്യുമെന്റ്സുകള്, ഇമേജസ്, മറ്റു ഫയലുകൾ എന്നിവ പങ്കിടാൻ, ഷെയർ ചെയ്യാനായിട്ട് യൂസേഴ്സിനെ അനുവദിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ ഗൂഗിൾ ഡ്രൈവ് പോലുള്ള, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് പോലുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഡോക്യുമെന്റ്സുകള്, ഇമേജസ്, മറ്റു ഫയലുകളൊക്കെ എന്നിവ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. തടസ്സങ്ങളില്ലാതെ, ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇതിലൂടെ സാധ്യമാകും. അതുപോലെ തന്നെ എവിടെ നിന്നും ഫയലുകള് സ്റ്റോർ ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് സൗകര്യപ്രദവും സുരക്ഷിതവുമാണ്. അപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകളുടെ പ്രത്യേകത എന്താണ്? നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വിവരങ്ങൾ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഫയലുകൾ സ്റ്റോർ ചെയ്യാം, അത് ആക്സസ് ചെയ്യാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഒന്നും കൂടി പറയാം കേട്ടോ. ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് തുടങ്ങിയ ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളായ അവരെന്ത് ചെയ്യുന്നു? ഡോക്യുമെന്റ്സുകള്, ഇമേജസുകള്, മറ്റ് ഫയലുകൾ എന്നിവ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സൗകര്യം തരുന്നു. അതുപോലെ തന്നെ എവിടെ നിന്ന് നമുക്ക് ഫയലുകള് സ്റ്റോർ ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് സംവിധാനം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എഴുതാം. എന്താണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് എഴുതാം കേട്ടോ. ഒന്ന് എഴുതി എടുക്കാം നിങ്ങള്. ഗൂഗിൾ ഡ്രൈവ് ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. ഒന്നുകൂടി പറയാം കേട്ടോ. ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. എഴുതിയോ? ഫിനിഷ് ചെയ്തോ? അടുത്തത് ഡ്രോപ്പ് ബോക്സ് ആണ്. ഡ്രോപ്പ് ബോക്സ്
ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അനുവദിക്കുന്നു. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അനുവദിക്കുന്നു. ഇനി അടുത്തതാണ് വൺ ഡ്രൈവ് കേട്ടോ. അടുത്ത് എഴുതുക. നിങ്ങളുടെ എല്ലാ ഫയലുകളിലേക്കും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ്. മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ്. ഫയല് സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ഫയല് സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. ഓക്കെ, ഇന്റർനെറ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഓൺലൈൻ പ്രസന്റേഷനും വെബിനാറുകൾക്കും ഒക്കെ ഹെൽപ്ഫുൾ ആണ് അല്ലെ? ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ്സ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ where speakers can give out content and interact with the participants in real time. Platforms such as GoToWebinar and WebEx facilitate interactive online events which enables knowledge sharing, training session and product demonstration. അതായത് നമുക്ക് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് പല വെബിനാറുകൾ നടത്താം, ഓൺലൈൻ പ്രസന്റേഷൻസ് ഒക്കെ നടത്താവുന്നതാണ് അല്ലെ? സ്പീക്കേഴ്സിന് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാറുണ്ട്. വെബിനാർ, GoToWebinar, അതുപോലെ വെബെക്സ് അങ്ങനെയുള്ള പലതരത്തിലുള്ള സൗകര്യങ്ങളിലൂടെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഇവന്റ്സ് നടത്താം. അതുപോലെ അതിലൂടെ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതുപോലെ പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഇതിലൂടെ നടത്താവുന്നതാണ്. ഈ ഒരു ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളിലൂടെ നമുക്ക് നടത്താവുന്നതാണ്. ഓക്കെ, ഇതിന് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ, communicating through the internet offers a range of effective, convenient and dynamic methods to link with others, share information and collaborate across distances. The internet has brought two people closer together, promoting global connectivity and breaking down barriers of time and location. മൊത്തത്തില് ഇന്റർനെറ്റിലൂടെയുള്ള ആശയവിനിമയം മറ്റുള്ളവരുമായി ലിങ്ക് ചെയ്യുന്നതിനും വിവരങ്ങൾ പങ്കിടുന്നതിലും ദുരന്തങ്ങളിൽ സഹകരിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ അല്ലെ? അതായത് ഏത് രാജ്യത്തിരുന്നോട്ടെ അല്ലെങ്കിൽ ഏത് കോണ്ടിനെന്റിലായിക്കോട്ടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരുമായിട്ടും എന്ത് ചെയ്യാം, കോൺവെർസേഷൻ നടത്താവുന്നതാണ്. ഇത്തരത്തില് എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതികളും ഈ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നു, അതായത് ആളുകളെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും തടസ്സങ്ങളും ഇന്റർനെറ്റ് മാറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇന്റർനെറ്റ് മനസ്സിലായോ മൊത്തം? അടുത്തത് പറഞ്ഞോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും വരെ പറഞ്ഞതില്? ഇല്ല. നെക്സ്റ്റ് വൺ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വെബ് ബ്രൗസേഴ്സ് വായിക്കാം, 4 പോയിന്റുകൾ വായിക്കാം.
വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചോ. നോക്കിയേ, വെബ് ബ്രൗസേഴ്സ് കേട്ടോ. വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ that makes users able to evaluate and navigate the world wide web. They provide a graphical user interface for individuals to interact with the websites, search for information, and consume online content. Examples are Google Chrome, Mozilla Firefox. Here are important points about web browsers. എന്താണ് നമുക്ക് വെബ് ബ്രൗസറുകൾ എന്ന് നോക്കാം. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് ഇൻഫോർമേഷൻസും പബ്ലിക് വെബ്സൈറ്റുകളും ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വെബ് ബ്രൗസറുടെ ഡെഫിനിഷൻ ആണ് ഞാൻ പറയുന്നത്. ഒന്നും കൂടി പറയാം. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് ചില ഇൻഫോർമേഷൻസും പബ്ലിക് വെബ്സൈറ്റുകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ് എന്ത് വെബ് ബ്രൗസറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പല കാര്യങ്ങളും അറിയണം. അപ്പൊ നമുക്ക് പല ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടും പല വെബ്സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണെന്ത് ഈ ഒരു വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ www അഥവാ വേൾഡ് വൈഡ് വെബിനെ ആക്സസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ് അല്ലെ. ഈ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, പല കാര്യങ്ങളും സെർച്ച് ചെയ്യുക. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാറുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടും പല വെബ്സൈറ്റുകൾ തിരയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏത് വെബ് ബ്രൗസർ ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം ഉണ്ട്, മൊസില്ല ഫയർഫോക്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസറുകളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വേൾഡ് വൈഡ് വെബിനെ ആക്സസ് ചെയ്യുന്നതും മാത്രമല്ല നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വേണ്ടിയിട്ടും മറ്റു പല വെബ്സൈറ്റുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ചിങ് ടൂൾ ആണെന്ത് ഈ ഒരു വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വെബ് ബ്രൗസർ ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ദെൻ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ പറയുന്നത്. യൂസർ ഇന്റർഫേസ് ആണ്. Web browsers extend a user-friendly interface with aspects like the address bars,
bookmarks, and navigation buttons that permit users to get into website addresses, URLs, or search queries and exhibit the requested web pages in a visually appealing format. Okay, അതായത് നമ്മള് യൂസർ ഇന്റർഫേസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനൊരു അഡ്രസ് ഉണ്ടാകും അല്ലെ. നമ്മളിപ്പോ ഏതൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുവാണെങ്കിലും അതിലൊരു അഡ്രസ് ഉണ്ടാകും. അത് വെബ് ബ്രൗസറിന് മുകളിലായിട്ട് കാണിക്കും. നമ്മൾ ഏത് വെബ് ബ്രൗസർ ആണോ ഉപയോഗിക്കുന്നത് അതിന്റെ മുകളിലായിട്ട് എന്ത് കാണിക്കും, നമ്മൾ തിരയുന്ന ആ ഒരു അഡ്രസ് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബുക്ക് മാർക്കുകൾ ഉണ്ടാകും. ബുക്ക് മാർക്കുകള്, അതുപോലെ അഡ്രസ് ബാറുകള്, നാവിഗേഷൻ ബട്ടൺസ് ഒക്കെ ഈ വെബ് ബ്രൗസറിനുള്ളിലായിട്ട് ഉണ്ടാകും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗൂഗിൾ ക്രോം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിന്റെ മുകളിലായിട്ട് എന്ത് കാണിക്കും, ബുക്ക് മാർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരൊറ്റ ക്ലിക്കിലൂടെ എനിക്ക് ആ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെയാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് നമ്മൾ വെബ് ബ്രൗസർ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ബുക്ക് മാർക്കുകളും അഡ്രസ് ബാറുകളും നാവിഗേഷൻ ബട്ടൺസും ഒക്കെ ഉണ്ടാകും. ഇതിനകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് യൂസർ ഇന്റർഫേസ്. ഓക്കെ, ക്ലിയർ ആണോ? യൂസർ ഇന്റർഫേസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, then അടുത്തത് റെൻഡറിംഗ് വെബ് പേജസ് ആണ്. എന്താണ് റെൻഡറിംഗ് വെബ് പേജസ് എന്ന് നോക്കാം. Browsers utilize rendering engines to explain and display web content. ഒരു വെബ് കണ്ടന്റ്, നമ്മൾ തിരയുന്ന ഒരു വെബ് കണ്ടന്റ് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് അടുത്ത ആ ഒരു പോയിന്റ് കേട്ടോ. ഒരു വെബ് കണ്ടന്റ് നമ്മൾ തിരയുന്ന കാര്യം എന്താണോ അത് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് റെൻഡറിംഗ് വെബ് പേജസ്. ഓക്കെ, the next one is tabbed browsing ആണ്. Tabbed browsing is an accepted feature in web browsers that permits users to open multiple web pages within a single browser window. Bookmarks and history. Browsers make users able to bookmark their most liked websites for quick access. They also keep a browsing history, permitting users to revisit formerly visited web pages. ടാബ്ഡ് ബ്രൗസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ വെബ് പേജസ് നമുക്ക് ഒരേ സമയം വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്രോമിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ PSCയുടെ വെബ്സൈറ്റിൽ കയറുവാണ്. കയറി കഴിഞ്ഞ് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, വേറൊരു വെബ് പേജ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, PSCയുടെ വെബ് പേജിൽ കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, മനോരമ ഓൺലൈനിന്റെ വെബ് പേജിലും കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ വെബ് പേജസ് നമുക്ക് ഒരേ സമയം ഇതിനകത്ത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ് എ ടൈം തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വെബ് പേജസുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തതാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. Web browsers give priority to security and privacy features to protect the user's data and provide a secure browsing experience. എന്താണ് ഇവിടെ പറയുന്നത്? ഈ വെബ് ബ്രൗസറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അധികം സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ ക്രോം എന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ https:/. എന്ന് കാണിക്കുന്നത് അതിന്റെ സെക്യൂരിറ്റിയാണ്. നിങ്ങൾ കാണാറുണ്ടോ? വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ HTTPS എന്ന് കാണിക്കാറില്ലേ? അതെന്താണ്? അതിന്റെ സുരക്ഷയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ദാറ്റ് ഈസ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
Then popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge, and Opera. Users have the flexibility to select the browser that best suits their preferences, needs, and platform of choice. Okay. ഇവിടെ എന്താ പറയുന്നത്? അതായത് പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസറുകളാണ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഗൂഗിൾ ക്രോം ഉണ്ട്, മൊസില്ല ഫയർഫോക്സ് ഉണ്ട്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഓപ്പറ, ഇവയൊക്കെ എന്താണ്? പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസറുകളാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? യൂസേഴ്സിന്, അതായത് യൂസേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച്, അവരുടെ നീഡിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ചോയ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു വെബ് ബ്രൗസേഴ്സ് ചൂസ് ചെയ്യാം. ചിലപ്പോൾ ചില ആളുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണെന്നാണ് തോന്നുന്നത്. ഗൂഗിൾ ക്രോം ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചില ആളുകൾ മൊസില്ല ഫയർഫോക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വെബ് ബ്രൗസറുകൾ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാ. നിങ്ങള് ക്ലിയർ ആണ്? എല്ലാരും ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ വരെ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ചിലപ്പോൾ അതിന് വരാം. ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, അത് അതിനകത്ത് ഉൾപ്പെടുന്നത് ഏത്, വരാത്തത് ഏതെന്ന് ചിലപ്പോൾ വരാം. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരാം. യൂസർ ഇന്റർഫേസ്, റെൻഡറിംഗ് വെബ് പേജസ്, ടാബ്ഡ് ബ്രൗസിംഗ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, അത് വരാം. വെബ് ബ്രൗസറിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക, അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണെന്ന് വരാം. വോയിസ് ആൻഡ് വീഡിയോ കോൾ സർവീസസുകൾ എന്തൊക്കെയാണെന്ന് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സലും പവർ പോയിന്റും വേർഡും പറഞ്ഞു, അതിന്റെ ആപ്ലിക്കബിലിറ്റി നോക്കി വയ്ക്കുക. പിന്നെ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഓരോന്നും എന്ത്. ഇപ്പൊ എക്സൽ കാൽക്കുലേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പവർ പോയിന്റ് ഉപയോഗിക്കുന്നത് പ്രസന്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്തതാണ് ഓൺലൈൻ സെക്യൂരിറ്റി കേട്ടോ. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് refers to numerous risks and vulnerabilities that can compromise the security of individuals, organization, and systems when using the internet. Here are some common online security threats. അതായത് നമ്മള് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓൺലൈൻ വഴിയുള്ള സേവനങ്ങളാണ് അല്ലെ. എന്ത് നമ്മൾ ഓൺലൈനെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ, കമ്പ്യൂട്ടറിനെ ആശ്രയിച്ചിട്ടൊക്കെയാണ് നമ്മള് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് ധാരാളം റിസ്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം മൂന്നാമതൊരാൾ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താം, അല്ലെങ്കിൽ വിവരങ്ങള് പരസ്യപ്പെടുത്താം, വിവരങ്ങൾ മോഷ്ടിക്കാം. അപ്പോ ഇത്തരത്തിലുള്ള ഓൺലൈൻ ആയിട്ടുള്ള പല സെക്യൂരിറ്റി ത്രെട്ടുകളും നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഉപയോഗത്തിന് ഉണ്ടെന്ന് തന്നെ ഇവിടെ പറയാവുന്നതാണ്. അപ്പോ ഇതിനകത്ത് ചില എന്താ പറയാ, ചില ഓൺലൈൻ ത്രെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സൈബർ ലോകങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളില് നമ്മൾക്ക് ഉണ്ടാകുന്ന ചില സുരക്ഷാ ഭീഷണികൾ, നമ്മൾ ഓൺലൈൻ വഴിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, മെസ്സേജുകൾ പാസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ഭീഷണികൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ആദ്യം വരുന്നതാണ് മാൾവെയർ എന്ന് പറയുന്നത്. മാൾവെയർ എന്ന് പറഞ്ഞാൽ എന്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാല് ക്ഷുദ്ര വൈറസുകൾ എന്നാണ് കേട്ടോ. ക്ഷുദ്ര വൈറസുകൾ. ഓക്കെ, അപ്പോ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം.
Malware, short for malicious software, consists of viruses, worms, trojans, ransomware, and spyware. Malware is outlined to damage or attain unauthorized entry to a system, steal sensitive information, or damage normal computer operations. Okay. എന്താണ് മാൾവെയറുകള്? അതായത് മാൾവെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറുകളെയോ നെറ്റ്വർക്കുകളെയോ കമ്പ്യൂട്ടർ ഡിവൈസസുകളെയോ ഉപദ്രവിക്കുന്നതോ അതിന് ഹാംഫുൾ ആയി തീരുന്നതോ ആയ സോഫ്റ്റ്വെയറിനെയാണ് മാൾവെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കമ്പ്യൂട്ടറുകളെയോ നെറ്റ്വർക്കുകളെയോ ഡിവൈസസുകളെയോ ഉപദ്രവിക്കുന്നതിനോ അതിനെ ഹാംഫുൾ ആക്കി തീർക്കുന്നതോ ആയ സോഫ്റ്റ്വെയറിനെയാണ് മാൾവെയർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ക്ഷുദ്ര വൈറസ് ആണ്. അതായത് ഇത് കമ്പ്യൂട്ടറിനെ ആക്രമിക്കാം, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ആക്രമിക്കാം, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസസിനെ ആക്രമിക്കാം. ഇത് ആക്രമിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡാറ്റാസ് നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത്തരത്തില് ആ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെ, നെറ്റ്വർക്കിലുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ഡിവൈസസുമായി ബന്ധപ്പെട്ടുള്ള ഫങ്ഷൻസിനൊക്കെ ഇത് ഡാമേജ് വരുത്തും, നാശനഷ്ടം വരുത്തും. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് ഒരു കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ അതിലെ നെറ്റ്വർക്കിനെയോ അല്ലെങ്കിൽ അതിന്റെ ഡിവൈസസിനെയോ നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മള് മാൾവെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇതൊക്കെ നമ്മൾ ഓൺലൈൻ സെക്യൂരിറ്റി, അതായത് നമ്മുടെ ഇടയിൽ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ട്, നമുക്ക് ധാരാളം ഭീഷണികൾ ഉണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. പിന്നെ അത് മാൾവെയറിൽ ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ, മാൾവെയറിൽ ധാരാളം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അതായത് എത്ര തരം, കുറേ അധികം മാൾവെയർസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് വൈറസസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറസസ് എന്തിനൊക്കെയാണ് ആക്രമിക്കുന്നത് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഫയൽസിനെയും പ്രോഗ്രാംസിനെയും എന്താ പറയാ ഡാമേജ് ചെയ്യുന്ന മാൾവെയർ ആണ് വൈറസസുകൾ. അതൊരു പർട്ടിക്കുലർ ആയിട്ടാണ്, പർട്ടിക്കുലർ പോർഷൻ തെരഞ്ഞെടുത്തുകൊണ്ടാണ് അത് ചെയ്യുക, ഇവർ ആക്രമിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? വൈറസസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഫയൽസിനെയും പ്രോഗ്രാംസിനെയും ഒക്കെ ഡാമേജ് വരുത്തുന്ന ഒരു മാൾവെയർ ആണ് വൈറസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്തത് വോംസ് ആണ്. വോംസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് ചെയ്യുന്ന മാൾവെയർ ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് ചെയ്യുന്ന മാൾവെയർ ആണ്. ഓക്കെ, ദെൻ അടുത്തത് ട്രോജൻസ് ആണ്. ട്രോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോജൻസ് എന്ന് പറഞ്ഞാല് അതായത് നമ്മള് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യില്ലേ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലോ കയറി പറ്റുന്ന ഒരു തരം മാൾവെയർ ആണ് ട്രോജൻസ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുമ്പോൾ, പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ ഒന്ന് കാണിക്കാറുണ്ട് അല്ലെ? എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്, എറർ ഒന്ന് കാണിക്കുന്നത്? അത് നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ കയറ്റി കഴിഞ്ഞാൽ എന്താവും ഉണ്ടാവുക? കോൺസിക്വൻസസ് എന്താ ഉണ്ടാവുക? അറിയില്ല. ചില അപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഫോണിൽ കയറ്റാറുണ്ടോ, ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടോ? ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ എറർ കാണിക്കും. നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിന് ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ, കുറെ ഡാറ്റാസ് ഒക്കെ ചിലപ്പോൾ ചോർന്നു പോവാം. അപ്പൊ അത്തരത്തില് എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തെ ഡാമേജ് ചെയ്യുന്നതാണ് ട്രോജൻസ് കേട്ടോ. ഓക്കെ, അടുത്തത് റാൻസം വെയർ ആണ്. റാൻസം വെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്നതിനെയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വൈറസിന്റെ പറഞ്ഞ പോലെ തന്നെ
കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്നതാണ് എന്ത്? റാൻസം വെയർ. റാൻസം വെയർ. ഓക്കെ. അടുത്തത് സ്പൈവെയർ ആണ്. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഡാറ്റാസിനെ നശിപ്പിക്കുന്നതാണ് സ്പൈവെയർ. കേട്ടോ? ഓക്കെ. പിന്നെ അവിടെ പറയുന്നുണ്ട്, ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി നടത്തിയിട്ട്, സിസ്റ്റത്തിനുള്ളിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി നടത്തിയിട്ട് ഒന്നില്ലെങ്കിൽ സിസ്റ്റത്തിനുള്ളിൽ ഇൻഫോർമേഷൻസ് ചോർത്തുകയോ അല്ലെങ്കിൽ ആ ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനോ ഡാമേജ് ഉണ്ടാക്കുകയോ ചെയ്യുന്ന തരം ക്ഷുദ്ര വൈറസുകളെയാണ് നമ്മൾ മാൾവെയർ എന്ന് പറയാ. മാൾവെയറിൽ വൈറസ് ഉണ്ട്, വോംസ് ഉണ്ട്, ട്രോജൻസ് ഉണ്ട്, റാൻസംവെയർ ഉണ്ട്, സ്പൈവെയർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാൾവെയർ ക്ലിയർ ആയില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? ഇല്ല മാം, മ്യൂട്ടായി പോയി. അതായത് ഞാൻ തന്നെയാണ്, നിങ്ങൾക്ക് 3 മണി വരെ ഞാൻ തന്നെയാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോട്ടെ? അടുത്തത് ഫിഷിംഗ് ആണ് കേട്ടോ. ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempts to deceive users into providing sensitive information like passwords, credit card details, or personal data. Phishing attacks often take the form of deceptive emails, websites, or messages that imitate legitimate entities, tricking users into revealing their information. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വലവീശി പിടിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, വലവീശി പിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താ പറയാ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഫിഷിംഗ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ചോർത്തുകയോ, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഫിഷിംഗ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഫിഷിംഗ്. ഇത് പലതരത്തിലാവാം. ഒന്നില്ലെങ്കിൽ ഫേക്ക് മെയിൽ അയച്ചിട്ടാകാം, അല്ലെങ്കിൽ ഫേക്ക് വെബ്സൈറ്റ് ആണെന്ന്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലൂടെ, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇല്ലേ? നിങ്ങൾക്കൊക്കെ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് വരാറുണ്ടോ? നിങ്ങൾ റിപ്ലൈ ചെയ്യാറുണ്ടോ? അതിന് മെസ്സേജസ് വരും അല്ലെ? അതായത് ഇന്ന ലോൺ തരാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആധാർ നമ്പർ, നിങ്ങളുടെ എന്താ പറയുക ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്ലൈ ചെയ്യാനായിട്ട് പറയും. അതൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടും. 1000 പേർക്ക് ചിലപ്പോ 100 പേർക്ക് മെസ്സേജ് അയക്കും, ചിലപ്പോ 10 പേര് അതിനെ റിപ്ലൈ ചെയ്യും. അങ്ങനെ റിപ്ലൈ ചെയ്യുന്നവരുടെ ഇൻഫോർമേഷൻസ് ചോർത്തുകയോ അല്ലെങ്കിൽ അവരോട് തന്നെ അത് പരസ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നതോ ചെയ്യുന്നതാണ്. പരസ്യപ്പെടുത്താന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ, അതിനെയാണ് പരസ്യപ്പെടുത്താന്ന് പറയുന്നത് കേട്ടോ. ഇത്തരത്തില് ചെയ്യുന്ന ഒരു എന്താ പറയാ അറ്റാക്ക് ആണിത് ഫിഷിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മെസ്സേജസ് ഒന്നും വരാറില്ലേ? ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് വരാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരു മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാറുണ്ടോ? ഇല്ലല്ലേ, റിപ്ലൈ ചെയ്യരുത് അല്ലേ. ഇവരുടെ ഒരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാല് ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളിൽ നിന്ന് വിവരങ്ങൾ ഇവര് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഫേക്ക് മെയിൽ ആവാം, ഫേക്ക് മെസ്സേജസ് ആകാം. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞാല് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് നമുക്ക് നോക്കാം. Identity theft happens when someone acquires and uses another personal information such as social security numbers, credit card details, or login credentials. Credentials എന്ന് പറഞ്ഞാല് യോഗ്യതാ പത്രങ്ങൾ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. Without their permission, this can end in financial loss, unauthorized entry to accounts, and damage to an individual reputation. Okay, അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്? ഒരാൾ വേറെ ആളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് എൻട്രി നടത്തുന്നതാണത് ഈ ഒരു ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി മോഷ്ടിക്കുക. അതായത് എന്ത് ചെയ്യും, ഇപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജംഷീനയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം ആളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് എൻട്രി നടത്തുക. ഓക്കെ, അങ്ങനെ എൻട്രി നടത്തി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. ജംഷീനയുടെ ആധാർ നമ്പർ അറിയാം, അക്കൗണ്ട് നമ്പർ അറിയാം, അതിന്റെ ഡീറ്റെയിൽസ് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതുവഴി ആളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ കയറി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ഐഡന്റിറ്റി തെഫ്റ്റ്. അപ്പൊ ഇത് മൂലം ആളുകൾക്ക് എന്തുണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവാം.
ഓക്കെ, ക്ലിയർ ആണോ? ഐഡന്റിറ്റി തെഫ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് ഡാറ്റ ബ്രച്ചസ്. Data breaches include unauthorized entry to sensitive information like personal records, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in systems or networks. Data breaches may end in a lot of financial losses, reputational damage, and compromised privacy. അതായത് ഒരാളുടെ പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിവരങ്ങള് അവരുടെ അനുമതിയില്ലാതെ ആരെങ്കിലും സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡാറ്റ ബ്രെച്ച് എന്നാണ് പറയുന്നത്. എന്താണ്? ഇപ്പൊ ജംഷീനയുടെ അനുവാദമില്ലാതെ ജംഷീനയുടെ പ്രൊട്ടക്റ്റീവ് നമ്പറും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ജംഷീനയുടെ അനുവാദമില്ലാതെ സ്വന്തമാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുന്നു. ഇത്തരത്തില് ഞാൻ ചെയ്യുന്നതിനെയാണ് ഡാറ്റ ബ്രച്ച് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഹാക്കിംഗ് ആണ്, അല്ലെങ്കിൽ സ്റ്റോളൻ, മോഷ്ടിക്കുക എന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത്. ഇതുമൂലം ആരുടെയാണോ നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിച്ചത് അവർക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാം, അവരുടെ പ്രശസ്തിക്ക് ഡാമേജ് ഉണ്ടാകാം. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾക്കെതിരെയൊക്കെ നടത്തുന്നത് ഡാറ്റ ബ്രച്ച് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുമ്പാണ് മാർക്ക് സുക്കൻബർഗ്. ആരാണ് മാർക്ക് സുക്കൻബർഗ്? ഫേസ്ബുക്കിന്റെ സ്ഥാപകനാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഡാറ്റ ബ്രച്ച് നടന്നിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, നമ്പറുകളും അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹമാണെന്ന് വ്യാജേന എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹമാണെന്നാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് ആദ്യം ചെയ്യുമ്പോൾ. പക്ഷെ അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹമാണെന്ന വ്യാജേന ധാരാളം കാര്യങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാക്കേഴ്സ്. അപ്പോ ഇതിലൂടെ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, കാരണം അയാളുടെ അനുമതി ഇല്ലാതെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ലോസ് വരാം, മാത്രമല്ല പ്രശസ്തിക്ക് ഡാമേജ് ഉണ്ടാകാം. VIPസിനെയാണ് ഡാറ്റ ബ്രച്ച് ലക്ഷ്യമിടുന്നത് കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാധാരണ ആളുകൾക്കല്ല, കൂടുതലും VIPs ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിലുള്ള, അവർക്കെതിരെയാണ് ഡാറ്റ ബ്രച്ച് ഉണ്ടാവുക. അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഹാക്കേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രശസ്തിക്ക് ഡാമേജ് വരാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാം. ഓക്കെ, അതാണ് ഡാറ്റ ബ്രച്ച്. അപ്പൊ നമ്മള് മാൾവെയർ പറഞ്ഞു, ഫിഷിംഗ് പറഞ്ഞു, ഐഡന്റിറ്റി തെഫ്റ്റ് പറഞ്ഞു, ഡാറ്റ ബ്രച്ചും പറഞ്ഞു. ക്ലിയർ ആണോ 4 കാര്യങ്ങളും? ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് തുടങ്ങി 8ാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, 5 തുടങ്ങി 8 വരെ ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒന്ന് റീഡ് ചെയ്യാം, ദെൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് കമന്റ് ചെയ്യാട്ടോ, തമ്പ് ചെയ്യാട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാം. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. Man in the middle attacks includes intercepting and changing communication between two parties without their knowledge. Attacks can overhear, modify, or inject spiteful content into the communication, potentially compromising sensitive information or handling the exchange. Man in the middle attack. തന്ത്രപരമായ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി ടു പാർട്ടീസ് തമ്മിലുള്ള ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന സൈബർ ആക്രമണമാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, രണ്ടുപേര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഫോണിലൂടെ ആകാം, അല്ലെങ്കിൽ മെസ്സേജ് വഴിയാകാം. രണ്ടുപേര് നിങ്ങൾ കോൺവെർസേഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ടുപേരുടെയും കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തിയിട്ട് തന്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനെയാണ് എന്ത് പറയുന്നേ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടുപേര് കോൺവെർസേഷനിൽ രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവരറിയാതെ മൂന്നാമതൊരാൾ വന്ന് അവർ പറയുന്ന കാര്യങ്ങൾ ചോർത്തുന്നതിനെയാണ് എന്ത് പറയാ, ഈ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ബാങ്ക് സെക്ടറിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ബാങ്ക് മാനേജറും കസ്റ്റമറും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് ഷെയർ ചെയ്യുന്ന പല ഡാറ്റാസിലും ചേഞ്ച് വരുത്തി അത് മോഷ്ടിക്കുന്ന ഒരു രീതിയാണ് എന്ത്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എന്ന് സംസാരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഫോണിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ നെറ്റ്, അതായത് മെസ്സേജിങ്ങിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അവരിത് ഹാക്ക് ചെയ്യും. മാത്രമല്ല നമ്മുടെ ഡാറ്റയില് ചേഞ്ചസ് വരുത്തും. ചിലപ്പോൾ ബാങ്ക് മാനേജർ പറയുന്ന ഒരു കാര്യമായിരിക്കില്ല കസ്റ്റമർ ചിലപ്പോൾ കേൾക്കുക. അയാള് വേറെ ആക്കിയിട്ട് എന്ത് ചെയ്യും, അയാളെ കേൾപ്പിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ആശയവിനിമയത്തിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണെന്ത്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഓക്കെ, ക്ലിയർ ആണോ? സെൻഡ് ചെയ്യുന്ന ഡാറ്റയിൽ എന്ത് വരുത്തും, മാറ്റം വരുത്താനായിട്ട് ഈ മൂന്നാമത്തെ ആൾക്ക് കഴിയുന്നതാണ് കേട്ടോ. ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ, അടുത്തത് പറയട്ടെ. ഓക്കെ, അടുത്തത് പാസ്വേഡ് അറ്റാക്ക് ആണ്. Password attacks aim to attain unauthorized entry into accounts by cracking or bypassing password security. Common techniques consist of the brute force attacks, dictionary attacks, and credential stuffing, where attackers use to stolen or leaked password from other sources to attaining unauthorized access. പാസ്വേഡ് സെക്യൂരിറ്റി ക്രാക്ക് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അനധികൃത ആക്സസ് നേടാനുള്ള ശ്രമങ്ങളെയാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് പാസ്വേഡ് നമ്മൾ മോഷ്ടിക്കാൻ എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ത്, പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. പാസ്വേഡ് സെക്യൂരിറ്റി ക്രാക്ക് ചെയ്യുകയോ മറികടക്കുകയോ ചെയ്തുകൊണ്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് നേടാനുമുള്ള ശ്രമങ്ങളെ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നു. ഇത് മൂന്ന് രീതിയിലാണ് പാസ്വേഡ് അറ്റാക്ക് വരുന്നത്. ഒന്ന്, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് നോക്കാം. ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷൻസും ആവർത്തിച്ച് പരീക്ഷിക്കുക. ഒന്നുകൂടി പറയാം, ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷൻസും ആവർത്തിച്ച് പരീക്ഷിക്കുക. അതായത് നമ്മളിപ്പോ രണ്ട് പാസ്വേഡ് മോഷ്ടിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയാളുടെ എല്ലാ, അതായത് നമ്മൾ എന്ത് ചെയ്യും, അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ പേര്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോ അല്ലെ, ഒരിക്കലും അയാൾ നമുക്ക് പാസ്വേഡ് എന്നതാണെന്ന് പറയില്ല, നമ്മൾ ഊഹിക്കാണ് ചെയ്യുക. അപ്പോ നമ്മൾ അത്തരത്തിൽ അയാളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്യും. അപ്പൊ ഇത്തരത്തില് ട്രൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ്
ഡിക്ഷണറി അറ്റാക്സ് അതിനകത്ത് തന്നെ വരുന്നതാണ്. ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും ഉപയോഗിക്കുന്നു. ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നു. അതായത് ശരിയായ പാസ്വേഡ് കണ്ടെത്തുന്നതിനായിട്ട് ജനറൽ ആയിട്ട് നമ്മൾ പാസ്വേഡിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് പാസ്വേഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നു. അല്ലെങ്കിൽ പാസ്വേഡുകളുടെ ലിസ്റ്റ് അയാളുടെ കയ്യിലുള്ള പാസ്വേഡുകളുടെ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് ഡിക്ഷണറി അറ്റാക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാല് അതായത് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ ലീക്ക് ആയതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു. അതായത് നമ്മളിപ്പോ ഒരാളുടെ ജംഷീനയുടെ പാസ്വേഡ് ഞാൻ എന്താ പറയാ മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ജംഷീനയുടെ പാസ്വേഡിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ മുൻപ് മോഷ്ടിച്ച പാസ്വേഡുകളും അതുപോലെ തന്നെ ലീക്ക് ആയിട്ടുള്ള പാസ്വേഡുകളും ഞാൻ അതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. ദാറ്റ് ഈസ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. ഓക്കെ, ക്ലിയർ ആണോ? 3 കാര്യങ്ങൾ ഓക്കെ അല്ലേ? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് പറഞ്ഞു. ഒന്നും കൂടി പറയണം. ഏതാണ് ഒന്നും കൂടി പറയേണ്ടത്? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും കൂടി പറയാം. ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷൻസും ആവർത്തിച്ച് പരീക്ഷിക്കുക. ഓക്കെ, ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷൻസും ആവർത്തിച്ച് പരീക്ഷിക്കുക. ദെൻ ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുമ്പോൾ ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റും ഉപയോഗിക്കുന്നു. പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റും ഉപയോഗിക്കുന്നു. ദെൻ ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാല് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ മോഷ്ടിച്ചതോ ലീക്ക് ആയതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കും. അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ മോഷ്ടിച്ചതോ ലീക്ക് ആയതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ഇൻസൈഡർ ത്രെഡ്സ് പറയാലോ ഇനി. Insider threats means risk posed by individuals within an organization who have authorized entry into system or sensitive data. These threats can rise from spiteful intent, negligence, or unthinking action that compromise security. ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് സ്ഥാപനത്തിനുള്ളിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിലേക്കോ അറ്റാക്ക് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെറ്റ്സ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിനുള്ളിലാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് ആ സ്ഥാപനത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു ഡാറ്റയിലേക്കോ അവരുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസിലേക്കോ കൈ കടത്തുന്നു അല്ലെങ്കിൽ എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാരപ്പണി നടത്താന്ന് പറയും നമ്മൾ അല്ലെ. സ്ഥാപനത്തിനെതിരായിട്ട് ചാരപ്പണി നടത്താന്ന് പറയും. അതായത് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റാരും എന്താ പറയാ അവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ മാത്രം അല്ലെങ്കിൽ ആ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ് ആ ഒരു ഡാറ്റയിൽ എന്ത് ചെയ്യുക എൻട്രി നടത്തുക. പക്ഷെ അതില്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിച്ചുകൊണ്ട് അത് പുറത്ത് ഈ വിവരങ്ങൾ ലീക്ക് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ഇൻസൈഡർ ത്രെറ്റ്സ്. ഇത് 3 വിധത്തിലുണ്ട്. 3 വിധത്തിലാണ് ഒരു സ്ഥാപനത്തിൽ ഇൻസൈഡർ ത്രെറ്റ്സ് സംഭവിക്കുക. ഒരാൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് 3 കാരണങ്ങൾ ഉണ്ടാകും. ആ സ്ഥാപനത്തിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആദ്യത്തെയാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ്. സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറഞ്ഞാൽ മനഃപൂർവമായിട്ടുള്ള ഉദ്ദേശം. അതായത് ആ സ്ഥാപനം നശിപ്പിക്കണം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് കേടുപാട് വരണം എന്ന് വിചാരിച്ചുകൊണ്ട് ബോധപൂർവമായിട്ട് ഡാറ്റയിൽ എൻട്രി നടത്തുന്നതിനെയാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബോധപൂർവമായിട്ട് ആ സ്ഥാപനത്തിൽ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എൻട്രി നടത്തുന്നു. ഓക്കെ, രണ്ടാമത്തേതാണ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാല് അശ്രദ്ധമായിട്ട് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഡാറ്റയിൽ എൻട്രി നടത്തുക.
അതായത് ചിലപ്പോൾ അയാൾക്ക് അറിയുന്നുണ്ടാവില്ല, അയാൾ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡാറ്റയിലേക്ക് എൻട്രി നടത്തുകയും അയാളുടെ അശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഡാറ്റാസിൽ എൻട്രി നടത്താനായിട്ട് പറ്റും. അപ്പൊ അതിനെ നമ്മള് നെഗ്ലിജൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. അശ്രദ്ധമായി ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇത്തരത്തിൽ എൻട്രി നടക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് നെഗ്ലിജൻസ്. ഓക്കെ. ദെൻ മൂന്നാമത്തേതാണ് അൺതിങ്കിങ് ആക്ഷൻ. അൺതിങ്കിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെയുള്ള പ്രവർത്തനം. അതായത് ഇപ്പോ സ്ഥാപനത്തിലെ മേലധികാരി ഇയാളോട് അതായത് ഈ ഡാറ്റ ചോർത്തുന്ന ഒരാളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിക്കഴിഞ്ഞപ്പോൾ ഇയാൾ അശ്രദ്ധമായിട്ട് അവിടുത്തെ ഡാറ്റയെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ അൺതിങ്കിങ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ചിന്തിക്കാതെയുള്ള പ്രവർത്തനം. ഓക്കെ. അപ്പൊ ഈ 3 വിധത്തിലാണ് എന്ത് ചെയ്യുക, ഇൻസൈഡർ ത്രെറ്റ് നടക്കുക. ഒന്ന്, ഒരാൾ മനഃപൂർവ്വം ആ സ്ഥാപനത്തിനെ എന്താ പറയാ ഡാമേജ് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ നശിപ്പിക്കണമെന്ന് ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അവരുടെ വിവരങ്ങളിലേക്ക് എൻട്രി നടത്തുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാല് അശ്രദ്ധമായിട്ട് ഡാറ്റ കൈകാര്യം ചെയ്ത് ആ ഒരു പ്രവൃത്തി നടത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് പറഞ്ഞാൽ അൺതിങ്കിങ് ആക്ഷൻ ആണ്. ചിന്തിക്കാതെയുള്ള പ്രവർത്തനം വഴി ഡാറ്റ കൈകാര്യം ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ എട്ടാമത്തേത് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ് ആണ്. യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് can reveal users to risk like data interception, unauthorized entry, and man-in-the-middle attacks. Attackers can snatch network traffic and capture sensitive information passed through these networks. To mitigate online security threats, it is necessary to adopt security best practices like using strong and unique password, frequently updating software and application, enabling two-factor authentication, being cautious of doubtful emails or links, and keeping awareness of current security threats, employing dependable security software, frequently backing up data, and keeping informed about the latest security practices can also help us safeguard against online security threats. അതായത് നമ്മൾ പബ്ലിക് ആയിട്ടുള്ള വൈഫൈസും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും പബ്ലിക് വൈഫൈ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡാറ്റ ചോരാനുള്ള സാധ്യത കൂടുതലാണ്. ഹാക്കേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റ ചോർത്തുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എപ്പോഴും എന്താ പറയാ ഇടയ്ക്കിടെ നമ്മുടെ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ലിങ്കുകളിലൊന്നും കയറി ഓപ്പൺ ചെയ്യാതിരിക്കുക. ഈ ഒരു സുരക്ഷാ ഭീഷണിയെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ട് അവയർനെസ് കിട്ടുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് നമുക്ക് ഇത്തരത്തിലുള്ള ക്രൈമുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് 1 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതെന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. മാം, ഈ വെബ് ബ്രൗസേഴ്സ് ഇല്ലേ, അതില് ടാബിന്റെ ബ്രൗസിംഗില് 4 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇട്ടിട്ട് ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി എന്ന് കൊടുത്തതോ? ഇതിന് സിംഗിൾ ബ്രൗസർ അതെന്തോ കറക്ഷൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. അത് നോക്കിയിട്ട് ഞാൻ പറയാം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നും കൂടി പറയോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലാസ്റ്റ് 1 തുടങ്ങി 7 വരെ. 1 തുടങ്ങി 7 വരെ. പിന്നെ വെബ് ബ്രൗസറുകൾ എന്താണ്, അതിന് ഉദാഹരണം എന്താണെന്ന് ചോദിക്കാം. ഫേമസ് ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സിന്റെ പേരുകൾ പഠിച്ചിരിക്കുക. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് കേട്ടോ. ഫുൾ ഫോം പറയാൻ മറന്നു എന്ന് തോന്നുന്നു ഞാൻ. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഡ്രസ് ആണ് കേട്ടോ. വെബ് ബ്രൗസറുകളുടെ അഡ്രസ് ആണ്.
ദെൻ ഇമെയില് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയ. പിന്നെ അതുപോലെ തന്നെ ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്. ആ പേരുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക. പിന്നെ അപ്ലിക്കബിലിറ്റി ആണ്. എക്സൽ, വേർഡ്, പവർ പോയിന്റ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, റാം, മെമ്മറി, സ്റ്റോറേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു ചാപ്റ്ററും കൂടി എടുക്കാനുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.